കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാവും കോതമംഗലം നിയുക്ത എം.എൽ.എയും കൂടിയായിട്ടുള്ള ഷിബു തെക്കുംപുറം മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചു, പരാജയപ്പെട്ടു. വീണ്ടും അദ്ദേഹത്തോട് തന്നെ മത്സരിച്ചു. 16,000 ഭൂരിപക്ഷം. ഉജ്ജ്വലമായ വിജയമാണ് കോതമംഗലത്ത് UDF നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നിയോജകമണ്ഡലത്തെ വീണ്ടെടുക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയ വലിയ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഈ ചരിത്ര വിജയം നേടാനായിട്ട് കഴിഞ്ഞത്. 17,000-ൽ പരം വോട്ടിനാണ് വിജയിക്കാൻ കഴിഞ്ഞത്. എക്കാലത്തെയും കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ചരിത്ര ഭൂരിപക്ഷമാണ് ഇത്. തീർച്ചയായും ജനങ്ങളുടെ വലിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വലിയ ഭൂരിപക്ഷം. കഴിഞ്ഞ 10 വർഷക്കാലമായി വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച ഒരു നിയോജകമണ്ഡലമാണ് കോതമംഗലം. പുതിയ പദ്ധതികൾ ആരംഭിക്കാനോ പുതിയ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാതെ പോയ 10 വർഷങ്ങൾ എന്ന് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച തിളക്കമാർന്ന പദ്ധതികൾ അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല. ആ പദ്ധതികളെല്ലാം അട്ടിമറിക്കപ്പെട്ടു. അതിനുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോതമംഗലത്തെ ജനങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് തന്നത്. മത്സരിച്ച 8 സീറ്റുകൾ, 7 സീറ്റിലും തിളക്കമാർന്ന വിജയം. എങ്ങനെയാണ് UDF-നകത്ത് നിങ്ങൾക്കുള്ള സ്ഥാനം? കഴിഞ്ഞ കാലങ്ങളിൽ കേരള കോൺഗ്രസിനെ, പ്രത്യേകിച്ച് PJ ജോസഫ് സാറിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണ് പലരും. ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്നുമില്ല, ജനങ്ങളുടെ പിന്തുണയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാനും എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങളാണ് നടത്തിയത്. അതിനുള്ള മറുപടിയാണ് ഈ വലിയ നേട്ടം കേരള കോൺഗ്രസിന് നേടാനായിട്ട് കഴിഞ്ഞത്. 7 സീറ്റുകളിൽ പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. സംയുക്ത കേരള കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞതിനേക്കാളും വലിയ നേട്ടമാണ് ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പ്രസ്ഥാനം നേടിയത്. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിയ വലിയ ഒരു മുദ്രാവാക്യമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഒരു കേരള കോൺഗ്രസ്സേ ഉണ്ടാവുള്ളൂ, അത് PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ആയിരിക്കുമെന്ന് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ശക്തമായി പറഞ്ഞിരുന്നു. അതിൻ്റെ അംഗീകാരം കൂടിയാണ് ഈ വലിയ മുന്നേറ്റം. ഈ കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗം പൂർണ്ണമായിട്ടും നാമാവശേഷമാകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതിലൊരു സങ്കടമില്ലേ, പ്രയാസമില്ലേ? പഴയ മുതിർന്ന ഒരു നേതാവിൻ്റെ പാർട്ടിയാണ്. തീർച്ചയായും കേരള കോൺഗ്രസ്സിനുണ്ടായ വലിയ ക്ഷീണം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വലിയ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം, PJ ജോസഫ് സാറിനെ ചെയർമാനായി അംഗീകരിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ഒരുമിച്ച് നിൽക്കണമെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആവശ്യപ്പെട്ടതാണ് പ്രിയപ്പെട്ട ജോസ് കെ മാണിയോട്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ എല്ലാ തരത്തിലുമുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. ഇവിടത്തിലെ പൊതുസമൂഹം മുഴുവൻ ആവശ്യപ്പെട്ടു, കേരള കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള, കേരള കോൺഗ്രസിൻ്റെ ചരിത്രമുള്ള നേതാവാണ് PJ ജോസഫ് സാർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ മുന്നോട്ട് പോയതിൻ്റെ വലിയ ഒരു മറുപടിയാണ് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. UDF-നെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, കേരള കോൺഗ്രസിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ, കേരളത്തിലെ കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളും സമരങ്ങളും വലിയ നേതൃത്വവുമാണ് PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിനെ ഇന്നും ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ തീർച്ചയായും ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും കേരളത്തെ ഒരിക്കൽ കൂടി കേരള കോൺഗ്രസിലേക്ക് മുഴുവൻ ജനങ്ങളെയും കൊണ്ടുവരാൻ കഴിയും. കേരള കോൺഗ്രസിൻ്റെ വലിയ ആദർശങ്ങൾ ശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അവരെ സ്വീകരിക്കാൻ, അവരെ അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നുള്ളവരെ, കേരള കോൺഗ്രസ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ജോസഫ് സാറ് പ്രത്യേകമായി ആ കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞിട്ടുണ്ട്. മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരുന്ന എല്ലാവരെയും സ്വീകരിക്കാനുള്ള വിശാലമായ മനസ്സ് പ്രിയപ്പെട്ട ജോസഫ് സാറിനുണ്ട്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ
അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അച്ചടക്കമുള്ള ഒരു പാർട്ടി സംവിധാനമാണ് കേരള കോൺഗ്രസിനുള്ളത്. മുന്നണിക്കകത്ത് വലിയ സ്ട്രൈക്ക് റേറ്റോടുകൂടിയാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുമെന്നാണ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ മുതിർന്ന നേതാവാണ് താങ്കൾ. ഒരു മന്ത്രിസ്ഥാനം കോതമംഗലത്തിന് പ്രതീക്ഷിക്കാമോ? കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ മന്ത്രിസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഈ UDFൻ്റെ ഭരണത്തിൽ എങ്ങനെ പാർട്ടി പങ്കാളിയാകണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും ആ കാര്യങ്ങളിലെല്ലാം അന്തിമമായ തീരുമാനമെടുക്കുവാൻ PJ ജോസഫ് സാറിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറായി മോൻസ് ജോസഫ് MLAയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ പാരമ്പര്യവും കേരള കോൺഗ്രസിൻ്റെ വലിയ പിന്തുണയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന അർഹമായ എല്ലാ കാര്യങ്ങളിലും ഉയർന്നു നിന്ന് ചോദിക്കാനുള്ള അവകാശം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. തിളക്കമാർന്ന വിജയം കോതമംഗലത്ത് നേടുമ്പോൾ വലിയ ഭൂരിപക്ഷം കൂടി ലഭ്യമാകുമ്പോൾ അവർ ചോദിക്കുകയാണ് ഞങ്ങൾക്കൊരു മന്ത്രിയെ കിട്ടിക്കൂടെ? ഇല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സ്ഥാനമാനങ്ങളല്ല പ്രശ്നം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ പറഞ്ഞല്ലോ, കേരളത്തെയും കോതമംഗലത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിനാണ് നമ്മൾ വലിയ ശ്രമം നടത്തിയിട്ടുള്ളത്. അപ്പോൾ UDF ഒറ്റക്കെട്ടായി നിന്നു. ടീം UDF അത് നമ്മൾ ഉയർത്തിപ്പിടിച്ച വലിയ ആശയമാണ്. പ്രിയപ്പെട്ട ജില്ലയിലെ അഭിമാനമായ ജില്ലയുടെ പ്രതീക്ഷയായ VD സതീശനോടൊപ്പം നിന്നുകൊണ്ട് വലിയ പോരാട്ടമാണ് ഈ ജില്ലയിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 14 വിജയിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മൾ ശക്തമായി പറഞ്ഞിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14 വിജയിക്കുമെന്ന്. ആ വലിയ തീരുമാനം വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ജനങ്ങളുടെ വലിയ പിന്തുണയാണ് തെളിയിക്കുന്നത്. ഒരിക്കൽ കൂടി എറണാകുളം ജില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കു കോട്ടയാണെന്ന് തെളിയിച്ചിരിക്കുക. 100-ലധികം സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വരുന്നു. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം മുഖ്യമന്ത്രി ആര് എന്നതാണ്. സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിന് വേണമെങ്കിൽ പറയാം ഇന്നയാൾ എന്ന്. നിങ്ങൾക്കറിയാം ആരാണ് മുന്നിൽ നിന്ന് നയിച്ചത്, ആരാണ് ഈ തിരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിച്ചത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ രീതിയിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞു, 2 ഡസൻ മന്ത്രിമാരെ തോപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കൃത്യമായ അച്ചട്ടമായി. അപ്പോൾ ആരാവണം കേരള കോൺഗ്രസിൻ്റെ തീരുമാനപ്രകാരം മുഖ്യമന്ത്രി? കേരള കോൺഗ്രസ് ഈ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ അറിയിക്കുവാൻ PJ ജോസഫ് സാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ടുള്ള തീരുമാനമായിരിക്കും കേരള കോൺഗ്രസ് പാർട്ടി എടുക്കുന്നത്. കോൺഗ്രസ്സിന് ശക്തമായ ഒരു നേതൃത്വം ദേശീയ തലത്തിലുണ്ട്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനമനുസരിച്ചുള്ള തീരുമാനത്തിന് കേരള കോൺഗ്രസ് പാർട്ടി എന്നും ഒപ്പമുണ്ടാകും. ഈ ഒരു തെരഞ്ഞെടുപ്പ് VD സതീശൻ്റെ ആ ഒരു പോരാട്ടം അതിൻ്റെ ഒരു തെളിവല്ലേ ഈ കണ്ട 102 എന്ന വലിയൊരു മാന്ത്രിക സംഖ്യയ്ക്ക് അപ്പുറത്തേക്ക് കിട്ടിയത്? തീർച്ചയായും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് സമാനതകളില്ലാത്ത വലിയ പ്രവർത്തനമാണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് കൊണ്ടുപോയത്. എല്ലാ കാര്യങ്ങളിലും ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ടീം UDFനെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ചരിത്ര ഭൂരിപക്ഷത്തിന് UDFന് കേരളത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ സംഭാവനകളും തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ചേർത്ത് വയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോതമംഗലം നൽകിയ വലിയ ഭൂരിപക്ഷത്തിന് നന്ദി പറഞ്ഞ വോട്ടർമാരെ കണ്ട ശേഷം വീട്ടിലേക്കെത്തിയതാണ് ഷിബു തെക്കുംപുറം. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.